ഹായ്. അപ്പോൾ ഇന്ന് ചിന്തകളെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. നമ്മൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ ചിന്തകൾ വരുന്നു. ചിന്തകളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? ചിന്തകളെ മാറ്റി നിർത്തി പൂർണ്ണമായ ധ്യാനത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. വീണ്ടും പറയുകയാണ്. ചിന്തകളെ നിയന്ത്രിക്കാൻ മനുഷ്യനൊരിക്കലും സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ എൻറ്റിറ്റിയുടെ പ്രശ്നം എന്താണ്? അത് തന്നെ ചിന്തയുടെ ഒരു പ്രോഡക്റ്റാണ്. അതായത് ചിന്തയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു മനസ്സിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റായിട്ടുള്ള ഞാനെന്ന് പറയുന്ന ഭാവത്തിന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കൺട്രോളർ പുള്ളിക്ക് ചിന്തയെ നിയന്ത്രിക്കാനാവില്ല. കാരണം മനസ്സ് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ പ്രോസസ്സ് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണ്ട് കള്ളനെ പിടിക്കാൻ വേണ്ടി തിരഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ കള്ളനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. കള്ളനെ പിടിക്കാനായിട്ട് ആളുകൾ നാട്ടുകാരെല്ലാം കൂടി ഒരു കള്ളം വന്നെന്ന് അറിഞ്ഞിട്ട് രാത്രി കള്ളനെ പിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഈ കൂടിയ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ കള്ളനും അങ്ങ് ചേർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ എത്ര തപ്പിയാലും കള്ളനെ പിടിക്കാൻ പറ്റും? ഇല്ല. അതുപോലെയാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കൺട്രോളർ അല്ലെങ്കിൽ ആ ഒരു ഡൂവർ. പുള്ളിയും മനസ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ മനസ്സ് തന്നെയാണത്. മനസ്സാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം വലിയ മണ്ടന്മാരായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ബേസിക്കലി ഈ ഫോർമലായിട്ടുള്ള ചില ധ്യാനങ്ങൾ, അതായത് ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ അവെയർ ആവുക, ശ്രദ്ധ കൊണ്ടുവരിക, ബോധം കൊണ്ടുവരിക, ഇതാണ് കോമൺലി എല്ലാവരും ചെയ്യാറുള്ള ധ്യാനങ്ങൾ. ആ ധ്യാനം ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ശ്വാസത്തിലാണ് അവെയർ ആവുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ശ്വാസത്തിൽ അവെയറായിരിക്കുക. അവെയറായിരിക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് മാറി എന്തെങ്കിലും ചിന്തയിലോ മറ്റു കാര്യത്തിലോട്ടൊക്കെ പോകും. അതൊരു പ്രശ്നമേ അല്ല. അതും ധ്യാനമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ധ്യാനത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ ഒന്നുമില്ല. അതും മെഡിറ്റേഷനാണ്. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറി വേറെ എന്തിലോട്ടോ പോയി, നോ പ്രോബ്ലം. നിങ്ങൾ ശ്രദ്ധ മാറി പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ, എൻ്റെ ശ്രദ്ധ മാറി, എൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് മാറി ചിന്തയിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് പോയി എന്ന് നിങ്ങൾ അറിയുന്നൊരു മൊമെൻ്റ് ഇല്ലേ, ആ അവെയർനെസ്, ആ ശ്രദ്ധ, ആ അറിവ്, അതും ധ്യാനമാണ്. അത് അറിയുന്ന നിമിഷം നേരെ ശ്രദ്ധയെ തിരിച്ച് ശ്വാസത്തിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദത്തിലാണോ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക, എന്തിലാണോ നിങ്ങൾ അവെയർ ആവാൻ ശ്രമിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരിക. അതാണ് ധ്യാനം. ഈ അവെയർനെസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മനസ്സുള്ള മനുഷ്യന് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സേ അല്ല. അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പം അവെയർനെസ് ഇങ്ങനെ ഒരിടത്ത് തന്നെ കടിച്ചു പോയി കിടക്കുന്ന ഒരു സാധനമല്ല. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് പോലുള്ള മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ അല്ല അവെയർനെസ്. അവെയർനെസ് ഒരു ശ്രദ്ധയാണ്, ഒരു അറിവാണ്. ആ അറിവായിട്ടിരിക്കുമ്പോൾ ആ അറിവ് ഒരിടത്ത് തന്നെ ഇങ്ങനെ കടിച്ചു കിടക്കാൻ പറ്റില്ല. അതിന് ജീവനുള്ളൊരു വസ്തുവാണത്. അത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇവിടെ നിന്ന് ശ്വാസത്തിൽ നിന്ന് ശ്രദ്ധ മാറി ചിന്തയിലേക്ക് പോയെന്ന് അറിയുന്ന നിമിഷം തന്നെ ആ ഒരു ശ്രദ്ധയുടെ ഊർജ്ജമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ പയ്യെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും പോകുന്നു, വരുന്നു, വീണ്ടും പോകുന്നു, വരുന്നു. ഇതിൽ ഈ പലപ്പോഴും ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം, നമ്മൾ ആദ്യം കുറേ ദിവസം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് മാറി ഈ ചിന്തയിലേക്ക് പോകുന്നത് കുറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ ഇറ്റ് ഈസ് ഓൾ റൈറ്റ്, ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് വിചാരിക്കും. ശരിക്കും നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണ്? 100 ദിവസം കൃത്യമായിട്ട് ശ്രദ്ധ കുറഞ്ഞ് അല്ലെങ്കിൽ ശ്രദ്ധ കൂടി ചിന്തയുടെ പവർ കുറഞ്ഞ് വരെയാണ്. അത് വരുമ്പോൾ നിങ്ങൾ പ്രോഗ്രസ് മേക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പെട്ടെന്ന് 101ാമത്തെ ദിവസം നിങ്ങൾക്കൊരു അല്പനേരം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ചിന്തയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും, അയ്യോ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്ത എൻ്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കും. ഒരിക്കലുമില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അതൊരു മനസ്സിൻ്റെ ഗെയിമാണ്. ആ ഗെയിമിൽ വിശ്വസിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഈ ധ്യാനം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ സപ്രസ്സായി കിടക്കുന്ന ട്രോമ തൊട്ട് തുടങ്ങി പല കുട്ടിക്കാലം മുതൽ അനുഭവിച്ച അബ്യൂസുകളെല്ലാം പുറത്തേക്ക് വന്നെന്നിരിക്കും. അപ്പോൾ ധ്യാനത്തിൽ നിങ്ങൾ മെച്ചപ്പെടും തോറും ചിന്തകൾ കൂടാനാണ് സാധ്യത. അപ്പോൾ ഒരു ദിവസം നല്ല പീസ്ഫുൾ ആയിരുന്നു, എനിക്ക് ചിന്തകൾ കുറവായിരുന്നു, പെട്ടെന്നൊരു ദിവസം എനിക്ക്
ഒരു 10 സെക്കൻഡ് പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശ്വാസം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അപ്പം തന്നെ ചിന്ത മാറി മറ്റെന്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു നല്ല കാര്യമാണ്. അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ് ശ്രദ്ധ മാറിയെന്ന് അറിയുക, അപ്പോൾ തിരിച്ചു വരിക. നമ്മൾ കൂടുതൽ പെട്ടെന്ന് ചിന്ത മാറും തോറും, ശ്രദ്ധ മാറും തോറും പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടമല്ലേ. ഇറ്റ് ഈസ് വെരി ഗുഡ്. അവിടെയാണ് നമ്മുടെ വൈരാഗ്യം അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഡിറ്റർമിനേഷനോട് കൂടി നമ്മളതിനെ ബ്രിങ് ബാക്ക് ചെയ്യേണ്ട സ്ഥലം അവിടെയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി പീസ്ഫുൾ പ്രോസസ്സ്. ഇനി ആത്മവിചാരം ചെയ്യുന്ന ആളുകൾക്കും ഇതേ ഒരു കൺഫ്യൂഷനുണ്ട്, അല്ലെങ്കിൽ സെൽഫ് എൻക്വയറി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും ഇതേ കൺഫ്യൂഷനുണ്ട്. അവർക്കും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് മനസ്സിനെ കൊല്ലാൻ ശ്രമിക്കുന്ന പരിപാടിയാണ്. കള്ളൻ്റെ താക്കോൽ കൊടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. ഒരിക്കലും ശ്രമിക്കരുത്. നമ്മളെപ്പോഴും ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ശ്രദ്ധ ആത്മവിചാരം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചിന്തകൾ ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആരാണോ ചിന്തിക്കുന്നത്, ആ ചിന്തയെ അറിയുന്ന അറിവ് എന്താണോ, ആ അറിവിലേക്ക് പോയി അതിനെ റെസ്റ്റ് ചെയ്യുക, ആ അറിവായിട്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ ഇരുന്നാൽ മതി. അപ്പം അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീണ്ടും ചിന്തയിലോട്ട് നമ്മൾ വീണു പോകും. കുഴപ്പമില്ല, വീണ്ടും തിരിച്ചു വരിക. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം ആ അറിവായിട്ടിരിക്കാൻ പറ്റും, ചിന്തയിൽ ഇൻവോൾവ് ആവാതെ. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ ചിന്തയിലോട്ട് വീണു പോകും. ഒരു കുഴപ്പമില്ല. എപ്പോഴാണോ നിങ്ങൾ ചിന്തയുടെ പിടിയിലായ നിന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്ക് വരുന്നത്, ആ നിമിഷം തിരിച്ച് ആരാണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന അറിവിലേക്ക്, ആ ഒരു സബ്ജക്റ്റിലേക്ക്, ആ ഒരു സബ്ജക്റ്റീവ് അവയർനെസ്സിലേക്ക് പോയി റെസ്റ്റ് ചെയ്യുക. സിമ്പിൾ പ്രോസസ്സാണ്. ഇതിന് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ബെല്ലം പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഇന്നലെ ഇത്ര നേരം ഞാൻ ഇരുന്നു, അതുകൊണ്ട് ഇന്ന് അതിനേക്കാളും കൂടുതൽ നേരം ഇരിക്കണം, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ നേരം ഇരുന്നപ്പോൾ നാളെ കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഗെയിമായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇതൊരു രസമാണ്. ഇങ്ങനെ പോകുന്നു വരുന്നു, അതൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. പയ്യെ നമ്മുടെ ശ്രദ്ധ ചിന്തയിലേക്ക് വീണാൽ പോലും ചിന്തയ്ക്ക് വലിയ പവർ ഉണ്ടാവില്ല. ചിന്തയുടെ ബലം കുറയും നമ്മുടെ ശരീരത്തിലും മനസ്സിലും. മനസ്സാണ് നമ്മുടെ ശരീരത്തെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം ആ ഒരു മനസ്സിൻ്റെ ഗ്രിപ്പ് കുറയും. മനസ്സിൻ്റെ ഗ്രിപ്പ് കുറയുന്നതോറും പിന്നെ എത്ര വലിയ മോശം ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഫീലിംഗ് ബാഡ്നെസ് ഉണ്ടാവില്ല. മാത്രമല്ല, ദ മോർ യു ഡു ദ മോർ ഈസിയർ ഇറ്റ് വിൽ ഗെറ്റ് ടു ഗോ ബാക്ക്. നമ്മൾ ആദ്യം ഈ ശ്രദ്ധ മാറി ചിന്തയിലേക്ക് വീഴുമ്പോൾ ചിന്തയുടെ പിടി, അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ടാണ്, അല്ലെങ്കിൽ ഇത് കൂടെ നമ്മളെ ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തയാണതെങ്കിൽ നമ്മളത് വലിച്ചുകൊണ്ട് പോകും. പിന്നെ നമുക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. പക്ഷെ പോകെ ഇറ്റ് വിൽ ബി വെരി ഈസി. എത്ര വലിയ ഗോസിപ്പായാലും, എത്ര വലിയ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇൻട്രീഗ് ചെയ്യുന്ന, നമ്മളെ ഹൈപ്പർ ആക്കുന്ന കാര്യം വന്നാലും ആ ചിന്തയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ശ്രദ്ധയിൽ, ഇപ്പോൾ ശ്വാസം ശ്രദ്ധിക്കുന്ന മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ശ്രദ്ധയിലേക്ക് പോകാൻ പറ്റും. സബ്ജക്റ്റീവ് അവയർനെസ്, ആത്മവിചാര, സെൽഫ് എൻക്വയറി പോലുള്ള പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് അതിലേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. സോ ചിന്തകളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിന്തകൾ ഒരു മോശം കാര്യമേ അല്ല. നമ്മുടെ മനസ്സിൽ ചില കൺസെപ്റ്റുകളുണ്ട്. ഇന്ന ചിന്തകളാണ് നല്ലത്, ഇന്ന ചിന്തകളാണ് മോശമെന്ന്. അത് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. സോ ബേസിക്കലി ചിന്തയെ മോശമാക്കുന്നതും നല്ലതാക്കുന്നതും ചിന്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം മനസ്സ് തന്നെയാണ്. അതായത് മനസ്സ് തന്നെ അങ്ങോട്ട് കൊണ്ട് ചാടി മറിഞ്ഞ് കളിക്കുകയാണ്. ഈ ചിന്ത എന്ന് പറയുന്നത് തന്നെയാണ് മനസ്സ്. ഒരു പാരഡോക്സ് ആണല്ലേ അത്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ചിന്തയെ അല്ലെങ്കിൽ മൈൻഡിനെ ഉപയോഗിച്ച് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനോ മൈൻഡിനെ നിയന്ത്രിക്കാനോ ഒന്നും ശ്രമിക്കാതെ നിങ്ങളൊരു പ്രാക്ടീസ് എടുക്കണം. ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അതിനോട് നീതി പുലർത്തുക, അതിനോടൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവുക. ഡോണ്ട് ഫോൾ ഫോർ ദ തോട്ട്സ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിലേക്ക് വീഴരുത്, അതിനെ വിശ്വസിക്കരുത്. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ ചിന്തകൾ ഒരു രോഗമാണ്. തോട്ട്സ് ഈസ് എ ഡിസീസ്. സോ ഓൾവേസ് ഗോ ബാക്ക് ടു വേർ യു ആർ പുട്ടിങ് യുവർ അവയർനെസ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ അവയർനെസ്സിനെ വയ്ക്കുന്നത് അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ദ മോർ യു ഗോ ദ മോർ ഈസിയർ ഇറ്റ് വിൽ ഗെറ്റ്. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ശ്രദ്ധയായി മാത്രമേ ഇരിക്കാൻ പറ്റും. ആ ശ്രദ്ധയാണ് അൾട്ടിമേറ്റ് ഗോൾ. ഓക്കെ, താങ്ക് യു.